ഇത് കണ്ടിട്ട് ആരും എന്നെ തെറി വിളിക്കരുത് കേട്ടോ. ഇത് ഒരു കോണി ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ്. പക്ഷേ ഈ കോണി ചെയ്യാൻ ഞാൻ വർക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ കൂടെ വന്ന പണിക്കാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ, മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആരെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ചെയ്ത ഒരു വർക്കാണിത്. അങ്ങനെ ലാൻഡിങ് സെറ്റ് ചെയ്തു, 2 സൈഡും ലാൻഡിങ് അങ്ങനെല്ലാം സെറ്റ് ചെയ്തു, ക്രോസ് കൊടുത്തു. പിന്നെ സ്റ്റെപ്പുകൾ ഞാൻ മുന്നേ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ സ്റ്റെപ്പുകളൊക്കെ ഞാനും എൻ്റെ അനിയനും പാടെ ഒരു ദിവസം കുറച്ച് നേരം ഇരുന്നിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ അനിയന് സൈറ്റിൽ പണിയുള്ളത് കാരണം കൊണ്ട് അനിയൻ സൈറ്റിൽ പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ ഞാൻ വേറെ 3-5 പേരൊക്കെ വിളിച്ചു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര തിരക്ക്, ഭയങ്കര ഇതാണ്. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് ചെയ്ത് കൊടുത്താലല്ലേ പറ്റുള്ളൂ. നമ്മളടുത്തൊരു വർക്കായി പോയില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു, ചെയ്തു. ഇത് കണ്ടിട്ട് ആരും തെറി വിളിക്കൊന്നും വേണ്ട. അങ്ങനെ പണി ഇങ്ങനെ ഇതുവരെ എത്തി. ഇനി പെയിൻറ്റിങ് ഗ്രൈൻഡ് ചെയ്യാണ്ട്, പെയിൻ്റ് അടിക്കാണ്ട് പണി കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു. ഇത് ചെയ്തെടുക്കാൻ എനിക്ക് 2 ദിവസം, മൊത്തം 3 ദിവസം വന്നു. 3 ദിവസം വർക്കാണ് എനിക്കിതിൽ വന്നിട്ടുള്ളത്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത്. അങ്ങനെ ഫൈനലായി വർക്കൊക്കെ, സ്റ്റെപ്പുകളെല്ലാം വെച്ച് കഴിഞ്ഞു. പിന്നെ സമയമൊന്നും നോക്കിയില്ല കേട്ടോ. രാവിലെ നേരത്തെ ഇറങ്ങും, വൈകുന്നേരം ഒരു 6-6:30 വരെയൊക്കെ നിൽക്കും. വേറെ ആരും ഇല്ലല്ലോ വന്നിട്ട് ചെയ്യാൻ, ഞാൻ തന്നെ വേണ്ട ചെയ്യാൻ. ഇപ്പം ഇനി എന്തായാലും വേണ്ടില്ല, ഗ്രൈൻഡ് ചെയ്യലായാലും വേണ്ടില്ല, പെയിൻ്റ് അടിക്കണ വർക്കായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഒന്നും നോക്കിയില്ല, പെയിൻറ്റിങ്ങും എല്ലാം ചെയ്ത് കുറച്ച് നേരത്തെ ഇറങ്ങി ചെയ്തു. അങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡറൊന്നും തരരുത്, എന്നെ കൊണ്ട് വയ്യ ചെയ്യാൻ. ഇത് ഒരെണ്ണം ഉണ്ടാക്കിയതിൻ്റെ പാട് എനിക്കറിയുള്ളൂ, എത്ര അംഗം വെട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ വീട്ടിലും ആളില്ല, വീട്ടിലൊരു ചേച്ചിയേ ഉള്ളൂ. ആ ചേച്ചി രാവിലെ ജോലിക്ക് പോവും, പിന്നെ വൈകുന്നേരം 6 മണിക്കൊക്കെ വരുള്ളൂ. അത് കാരണം കൊണ്ടാണ് ചുറ്റുവട്ടത്തും കൂടി ഒരാളെ കാണാത്തത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വർക്കിൻ്റെ അവസ്ഥകൾ. പണിക്കാരെ കിട്ടാത്തതാണ് മെയിൻ പ്രശ്നം. പണിക്കാർ ഉണ്ട്, വരാമെന്ന് പറയും. നമ്മൾ രാവിലെ വിളിക്കുമ്പോൾ അവർക്ക് തലവേദനയാണ്, പനിയാണ്, ഇന്ന്